യേശു കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് പ്രാരംഭമായി വിശുദ്ധ വേദപുസ്തകത്തിലെ വെളിപ്പാട് പുസ്തകത്തിൻ്റെ 20-ാം അധ്യായം 2-ാം വാക്യം ഒന്ന് വായിക്കും. വെളിപ്പാട് പുസ്തകം 20:2. ആ വാക്യത്തിന്റെ ആരംഭഭാവം വായിച്ചാൽ, അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പ്. അല്ലേ? എന്താണ് പിശാച്, സാത്താന്, പഴയ പാമ്പ്? അവിടെ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്കാണ് മഹാസർപ്പം എന്നൊരു പേരൂടെ ഉണ്ട്. ഇതെല്ലാം പിശാചിനെ കുറിച്ചുള്ള വർണ്ണനകളാണ്. പിശാചിനെ കുറിച്ചുള്ള വർണ്ണനകളാണ്. അവരെ പിടിച്ചു കിട്ടുന്നൊരു വിഷയമാണ് ഈ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ കൊടുത്തിരിക്കുന്നത്. പഴയ നിയമത്തിൽ പിശാചിന്റെ പ്രവർത്തികളെ കുറിച്ച് ഒരുപാട് വിഷയങ്ങളൊന്നും പഠിക്കാനില്ല. ചില അധ്യായങ്ങളിൽ ചില പരാമർശങ്ങളുണ്ട്. പക്ഷേ പഴയ നിയമം പഠിക്കുമ്പോൾ അവിടെ പിശാചിന്റെ രാജ്യം ദൈവരാജ്യത്തിന് വിരോധമാണ് എന്നൊരു പഠനമില്ല. കാരണം പിശാചിന് ഒരു രാജ്യമുണ്ട്, അവന് രാജ്യത്തിന്റെ ഭരണകർത്താവാണ് എന്നുള്ള തലത്തിലുള്ള പഠനം പഴയ നിയമത്തിലില്ല. ശ്രദ്ധിച്ചു കേൾക്കണം. എന്നാൽ യേശു ക്രിസ്തുവാണ് പിശാച് ഒരു രാജ്യത്തിന്റെ അധിപനാണ്, ഈ ലോകത്തിന്റെ നാഥനാണവൻ എന്ന് യേശു ക്രിസ്തു തന്റെ വാമൊഴിയാൽ തന്റെ കൂടിയിരുന്നവരെ, തന്നെ കേട്ടുകൊണ്ടിരുന്നവർക്ക് ബോധ്യം നൽകി. അപ്പൊ യേശു ക്രിസ്തുവിലൂടെയാണ്, യേശു ക്രിസ്തുവിന് മുമ്പുണ്ടായിരുന്നവരാരും തന്നെ യഹൂദ മതവിശ്വാസങ്ങളിലെ ശ്രേഷ്ഠന്മാരായ പ്രവാചകന്മാരാരും തന്നെ എന്ത് ചെയ്തില്ല? പിശാചിന് ഈ ലോകത്തിന്റെ മേൽ പൂർണ്ണ ആധിപത്യമുണ്ട് എന്ന ഒരു ചിത്രം നൽകിയില്ല. പലയിടത്തും പിശാചിനെ ദൈവം ഉപയോഗിക്കുന്ന ഒരു ടൂൾ അല്ലെങ്കിൽ ഒരു വ്യക്തി, ഒരാളത്വം, പരീക്ഷകൻ എന്ന നിലയിലൊക്കെ പഠിപ്പിക്കുന്നു. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു പഠനം പുതിയ നിയമത്തിൽ കാണാൻ കഴിയും. അവന്റെ രാജ്യം ദൈവരാജ്യത്തിന് വിരോധമാണ്. ഇത് പഴയ നിയമ വിശ്വാസത്തിൽ കൺസെപ്റ്റിന് വിരുദ്ധമാണ്. പുതിയ കൺസെപ്റ്റ്, പുതിയ തത്വ അടിസ്ഥാനത്തിൽ പിശാചിന്റെ രാജ്യം ദൈവരാജ്യത്തിന് വിരോധമാണ്. ദൈവരാജ്യത്തിൽ നീതിയും സമാധാനവും ശാന്തിയും സ്വസ്ഥതയും സൗഖ്യവും വിടുതലുമൊക്കെ വ്യാപരിക്കപ്പെടുന്നുണ്ട് എങ്കിൽ അതിന് വിരോധമായ ഒന്നാണ് പിശാചിന്റെ രാജ്യത്തിൽ വ്യാപരിക്കപ്പെടുന്നത്. അപ്പൊ ദൈവരാജ്യത്തിൽ എന്താണോ അതിന് ഘടകവിരുദ്ധമായ ഒന്ന് വ്യാപരിക്കപ്പെടുന്ന മണ്ഡലമാണ് പിശാചിന്റെ രാജ്യം. സ്തോത്രം. ഈ ലോകത്തിന്റെ അധിപൻ അവിശ്വാസികളുടെ കണ്ണിനെ കുരുടാക്കി കളയും. അല്ലെ? അതുകൊണ്ടാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവൃത്തികളും അനേകം നടന്നിട്ട് ജനം ഒന്നടങ്കം ചെയ്യാത്തത് രക്ഷയിലേക്കും കർത്തൃസന്നിധിയിലേക്കും കടന്നു വരാത്തതിന്റെ കാരണം. അതുപോലെ തന്നെ നിങ്ങൾ നോക്കിക്കോ, എവിടെയും ഏത് സംവിധാനങ്ങളുടെയും, രാഷ്ട്രീയമായിക്കോട്ടെ മറ്റെന്തെങ്കിലും ചിന്തകളായിക്കോട്ടെ, ഇതിന്റെയൊക്കെ പരിപാടി നടക്കുമ്പോൾ അതിന് നേരെ കടന്നാക്രമണങ്ങൾ പലപ്പോഴും ഉണ്ടാകാറില്ല. എന്നാൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് നേരെ, ദൈവനാമം പ്രസംഗിക്കുന്നവർക്ക് നേരെ സംഘടിതമായ കടന്നാക്രമണങ്ങൾ നടക്കുന്നത് നിങ്ങൾ കാണാറില്ലേ? നമ്മൾ പലപ്പോഴും പല സ്വതന്ത്ര ചിന്തകളുള്ള, പല ദൈവവിശ്വാസം പോലും ഇല്ലാത്ത പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്തിനാ ഇവര് പേടിക്കുന്നത്? അവരവിടെ നിന്ന് പ്രസംഗിക്കുന്നതിന്, അവരുടെ നടന്ന് പ്രാർത്ഥന നടത്തുന്നതിന് ഇവരെന്തിനാ ഈ അസ്വസ്ഥരാകുന്നത്? ഇവരെ അസ്വസ്ഥരാക്കുന്ന ഒരു ശക്തിയുണ്ട്. ഈ അസ്വസ്ഥത ഉണ്ടാകുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഈ പ്രസംഗിക്കുന്ന വിഷയം അന്ധകാരത്തിന്റെ ശക്തികൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കും. അതുകൊണ്ടാണ് ചിലത് എന്ത് ചെയ്യുന്നത്? പിശാച് അവരുടെ ആയുധമായി ഉപയോഗിക്കും. മത്തായിയുടെ സുവിശേഷം 12:28 നമുക്കൊന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 12:28 വായിച്ചാട്ടെ. ദൈവാത്മാവിൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിലും ദൈവരാജ്യം
നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു. സ്പഷ്ടം. അപ്പം ഭൂതങ്ങളെ പുറത്താക്കണമെങ്കിൽ അതിന് ശക്തിയുള്ള, അതിന് ബലമുള്ള വസ്തുത എന്താണ്? ദൈവാത്മാവ്. അപ്പൊ ദൈവാത്മാവിൽ ഭൂതങ്ങളെ പുറത്താക്കുക. ഡീമോണിക് സ്പിരിറ്റ്സ്. പലപ്പോഴും പലരുടെയും പ്രാർത്ഥനകൾ, വിഷയങ്ങൾ, വ്യക്തിപരമായി പൈശാചിക ബാധ അല്ലെ പൈശാചിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളവര് ഓരോ കാര്യത്തിൽ പ്രാർത്ഥിക്കാൻ വിളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ വിഷയങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഒന്നല്ല 100 വിഷയങ്ങളാണ്. കാരണം ഇതിന്റെ പിന്നിൽ വ്യാപരിക്കുന്നത് സംഘടിത ശക്തിയാണ്. പിശാചിന്റെ പ്രവർത്തനങ്ങളെല്ലാം സംഘടിത ശക്തിയാണ്. അത് ഒറ്റയ്ക്കല്ല പ്രവർത്തിക്കുന്നത്. ഓക്കെ, നമുക്ക് ആ അധ്യായത്തിന്റെ തന്നെ 43-44 വാക്യങ്ങളൊന്ന് വായിക്കാം. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ട ശേഷം, കേട്ടോ, അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവൻ ഇന്ന് പുറത്തു പോയി. അവന് പറ്റിയ സ്ഥലം തപ്പി അവൻ നടന്നു. സഞ്ചരിച്ചു, കണ്ടെത്തിയില്ല. അവന് പറ്റിയ ഒരു ഇരിപ്പിടം അവൻ കണ്ടെത്തിയില്ല. ഞാൻ പുറപ്പെട്ട എവിടെയാണോ അവിടേക്ക് ഞാൻ മടങ്ങി ചെല്ലുമെന്ന് അവൻ പറഞ്ഞു. ഉടനെ വന്ന് അതൊഴിഞ്ഞതും അടിച്ചുവാരി വളരെ ക്ലിയറായി കാണും. ഇവനെങ്ങനെ ഇത് കണ്ടത്? ഒരു വീടിനകത്തെ വിഷയം എങ്ങനെ കാണുന്നത്? എങ്ങനെ കാണും? ആ വീടിന്റെ ഡോർ തുറന്നു കിടന്നാലല്ലേ കാണത്തുള്ളൂ. വീടിന്റെ ഡോർ അടഞ്ഞു കിടന്നാൽ കാണുമോ? പിശാച് പുറത്തു പോയാൽ അടയ്ക്കേണ്ട മണ്ഡലങ്ങൾ നീ അടയ്ക്കണം. പക്ഷെ പിന്നെ എന്ത് ചെയ്യാം? അകത്ത് കടക്കാവുന്ന തലത്തിൽ പിന്നെ തുറന്നു വെച്ചിരിക്കുക. അടയ്ക്കേണ്ട മണ്ഡലങ്ങളെ അടയ്ക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ അവൻ അവിടെ നിന്ന് അകത്തോട്ട് നോക്കി എല്ലാ കാര്യങ്ങളും കണ്ടു. സ്തോത്രം. വായിച്ചു 43-44 വായിച്ചു. പിന്നെയുള്ള അനുഭവങ്ങളൊക്കെ അറിയാം. അവൻ പിന്നെ ചെന്നു, കൂട്ടത്തോടെ എന്ത് ചെയ്തു? സംഘടിതമായിട്ട് അവിടെ വരികയും അവന്റെ ശരീരത്തിൽ കിടക്കുന്ന കുറെ വിഷയങ്ങളൊക്കെ ഉണ്ട്. ഹല്ലേലൂയ. അപ്പം തന്നെ കൊണ്ട് ഒക്കാതെ വരുമ്പോൾ താൻ എന്ത് ചെയ്യും? തന്നിലും ശ്രേഷ്ഠമേറിയവരെ കൊണ്ട്, അല്ലെങ്കിൽ തന്നെക്കാളും ബലശാലികളായ ആത്മാക്കളെ കൊണ്ട് അവൻ അവിടെ വരികയും. അതാണ് തുടർന്നുള്ള ഭാഗം. അതിലേക്ക് കടക്കുന്നില്ലേ? അപ്പൊ ഇത് കാണാനിട വന്ന് എങ്ങനെ പിശാചിന് എത്തി നോക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു വിടുതൽ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ എത്തി നോക്കാൻ പറ്റാത്ത രീതിയിൽ, അവന് കടക്കാൻ പറ്റാത്ത രീതിയിൽ ചില വാതിലുകളെ എന്നേക്കുമായി നീ കൊട്ടിയടക്കേണ്ടതുണ്ട്. ഒരാമയും പറയാൻ തയ്യാറാണോ? സ്തോത്രം. 1 യോഹന്നാൻ 4-18 വാക്യം. 1 യോഹന്നാൻ 4:18. സ്നേഹത്തിന് ഭയമില്ല, ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും. ഈ ഭയം എവിടുന്ന ഉളവാകും? ഇപ്പൊ കർത്താവിന്റെ സാന്നിധ്യം വരുമ്പോൾ അവിടെ തികഞ്ഞ സ്നേഹം ഉണ്ടാകുന്നു. ഭയമില്ലാതെ, അല്ലെങ്കിൽ എന്റെ ദൈവം എന്റെ തമ്പുരാന്റെ അടുത്ത് ഞാനിരിക്കും, എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല എന്നുള്ള വിഷയം, മകൻ സൺഷിപ്പ് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഭയം എവിടുന്ന ഉണ്ടാകുക? ഇത് അതിന്റെ റൂട്ട് എവിടെ? സ്പിരിറ്റ് ഓഫ് ഫിയർ, ഭയത്തിന്റെ ആത്മാവ്. അല്ലെ? ഭയത്തിന്റെ ആത്മാവ്. നമ്മൾ പല വിഷയങ്ങളെ ചൊല്ലി ഭയപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ ആരുടെ പ്രവൃത്തി വെളിപ്പെടും? അയ്യോ, എനിക്ക് ഇന്നത് പറ്റുമോ? ഇതുപോലെ ഒരാൾക്ക് ഇതേ ലക്ഷണമുള്ള ഒരാള് ഇന്ന അസുഖത്താൽ അവിടെ അഡ്മിറ്റായി. പിന്നെ കേട്ട വാർത്ത ഭയങ്കരമായി, എന്റെ ദൈവം എനിക്കത് വരുമോ? ഈ ഭയം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കയറി കഴിഞ്ഞാൽ പിശാചിന്റെ പ്രവൃത്തി നടന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? ഇതിനെ റിബ്യൂക്ക് ചെയ്യണം, ആട്ടി പുറത്താക്കണം. ഏതിനെ? സ്പിരിറ്റ് ഓഫ് ഫിയർ, ഭയത്തിന്റെ ആത്മാവിനെ ശാസിച്ച് പുറത്താക്കണം. ഹല്ലേലൂയ. എനിക്ക് അതുപോലെ, എന്റെ അച്ഛന്, എന്റെ അമ്മയ്ക്ക്
അല്ലെ എൻ്റെ കുടുംബപരമായി ഇന്ന അസുഖങ്ങൾ ഞങ്ങൾക്കുണ്ട്, എനിക്ക് വരുമോ? ഭയത്തെ പുറത്താക്കണം. നീ ഇന്നും ആ പാരമ്പര്യ ഘടകത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ചിലപ്പോൾ നിനക്ക് വരും കേട്ടോ. പകരം നീ ക്രിസ്തുവിലാണെന്ന ബോധം നിന്റെ അകത്തുണ്ടെങ്കിൽ, മരണത്തെ ജയിച്ച് പാതാള ഗോപുരങ്ങളെ തകർത്ത് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു എന്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ ഭയത്തിന്റെ ആത്മാവ് വിട്ടുപോകും. സ്തോത്രം. 2 തിമോഥെയോസ് 1:7. 2 തിമോഥെയോസ് ആ വാക്യം പൂർണ്ണമായിരുന്നു. അല്ല, ഓക്കെ, 1 യോഹന്നാൻ 4:18 കംപ്ലീറ്റ് ചെയ്യാൻ വായിച്ചാണ്. ഭയപ്പെടുന്നവൻ എന്ന് പറയുന്നത് സ്നേഹത്തിൽ തികഞ്ഞവനല്ലെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ റൂട്ടഡ് അല്ലെന്ന് അറിയാൻ വിശദീകരിച്ച വിഷയം തന്നെയാണ്. ഓക്കെ, 2 തിമോഥെയോസ് 1:7. 2 തിമോഥെയോസ് 1:7 വാക്യം. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ. അപ്പൊ ദൈവാത്മാവുള്ളിടത്ത് എന്തൊക്കെയുണ്ട്? ശക്തി, സ്നേഹം, സുബോധം. ഇതിന് വിരോധമായ ഘടകങ്ങൾ ആരുടെയെങ്കിലും ജീവിതത്തിൽ വ്യാപരിക്കപ്പെടുന്നുണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞുകൊള്ളുക. 6 അണ്ടറിലാണ് ചലിക്കുന്നത്. ഏതോ ഡീമോണിക് സ്പിരിറ്റ്സ്, ഏതോ അന്ധകാര ശക്തികളുടെ സാന്നിധ്യം നിങ്ങളുടെ മേലുണ്ട്. ഭീരുത്വത്തിന്റെ ആത്മാവല്ല, ശക്തിയുടെ ആത്മാവാണ്. അപ്പൊ ശക്തി ക്ഷയിക്കുന്നുവെങ്കിൽ എന്തുണ്ട്? മറ്റൊരാത്മാവുണ്ട്. പിന്നെ സുബോധത്തിന്റെ ആത്മാവ്. ഞാൻ ആരാണെന്നുള്ള തിരിച്ചറിവ് ഏറ്റവും വലിയ സുബോധം കേട്ടോ. ഞാൻ ആരാണെന്നുള്ള തിരിച്ചറിവാണ് ഏറ്റവും വലിയ സുബോധം. ഇന്ന വീട്ടിലെ ഇന്ന അപ്പന്റെ അമ്മയുടെയും മകനല്ലേ മകളെന്നുള്ള അറിവിനപ്പുറത്ത് എന്നെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ഒരു തമ്പുരാൻ എനിക്കുണ്ടെന്നുള്ള തിരിച്ചറിവ്, അതാ ശരിയായ സുബോധം. സ്തോത്രം. ആ വാക്യം പൂർണ്ണമായി 1 കൊരിന്ത്യൻസ് 6:12. 1 കൊരിന്ത്യൻസ് 6:12 വാക്യം. 1 കൊരിന്ത്യൻസ് 6:12. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട്. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട്. എന്നാൽ സകലവും പ്രയോജനമുള്ളതല്ല. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട്. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട്. എങ്കിലും ഞാൻ യാതൊന്നിനും അധീനനാകുന്നില്ല. വല്ല മനസ്സിലാകുന്നുണ്ടോ? സെൽഫ് കൺട്രോൾ. പൈശാചിക സാന്നിധ്യം ഉണ്ടാകുന്നിടത്ത് ആ സെൽഫ് കൺട്രോൾ പോകും. എനിക്കിതെല്ലാം ആകും, പക്ഷെ ഞാൻ എല്ലാത്തിനും അധീനനല്ല. ഞാൻ ചില മണ്ഡലങ്ങളോട് നോ പറയാൻ പഠിച്ചവനാണ്. കിട്ടുന്നുണ്ടോ? എനിക്ക് എവിടെയും കടന്നിയല്ല, പക്ഷെ ഞാൻ എല്ലായിടത്തും പോകുന്നില്ല. കാരണം എന്താ? ചില മണ്ഡലങ്ങളോട് നോ പറയാൻ പഠിച്ചവനാണ് ഞാൻ. അല്ലേ ലൂയ്യ. നോ പറയുന്നതിനോട് നോ പറയുവാൻ നിങ്ങൾക്ക് കഴിയണമെങ്കിൽ, നിലപാടിൽ നിങ്ങൾ ഉറക്കണമെങ്കിൽ സെൽഫ് കൺട്രോൾ ഉണ്ടാകണം, സ്വയം നിയന്ത്രണം ഉണ്ടാകണം. സ്വയം നിയന്ത്രണം ജീവിതത്തിൽ നഷ്ടമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് നിലയിൽ നമ്മൾ എന്ത് ചെയ്യും? ഏത് തലത്തിലൂടെ സഞ്ചരിക്കാൻ നമ്മൾ. അപ്പൊ സെൽഫ് കൺട്രോളിലെ നശിപ്പിച്ചു കളയുന്ന പൈശാചിക വ്യാപാരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടത് ആവശ്യമത്രേ. ഹല്ലേലൂയ. നിങ്ങളുടെ സ്ഥാനം എന്താ? എവിടെയാ? പിശാച് കൊണ്ടിരുന്ന ഈ പദ്ധതികളുടെ എല്ലാം മുകളിലാണ്. ലൂക്കോസ് 10:19 വായിച്ചാട്ടെ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നു. അല്ലെ? വെളിപ്പാട് പുസ്തകം 20-2 വാക്യത്തിൽ നമ്മൾ കണ്ട വിഷയം. പിശാച്, സാത്താൻ അല്ലെങ്കിൽ സർപ്പം അല്ലെങ്കിൽ പഴയ പാമ്പ്, അത് എന്ത് തന്നെ ആയിക്കോട്ടെ, അവന്റെ ശക്തി എത്ര വലുതാണെങ്കിലും അതിനെ ചവിട്ടുവാൻ എന്റെ ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഇങ്ങനെ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ എന്ന് പറഞ്ഞ് എനിക്ക് എന്റെ ദൈവം അധികാരം നൽകി. എനിക്ക് എന്റെ ദൈവം അധികാരം നൽകി. ഒരു ബാധയും എന്റെ കൂടാരത്തിൽ അടുത്തില്ല. അയ്യോ, അതിനെ ചവിട്ടാൻ പോയി ഞാൻ പണിയും വാങ്ങിച്ച് കിടക്കാൻ. നോ, ഒരു ശക്തിക്കും എന്നെ തകർക്കാൻ കഴിയത്തില്ല. കാരണം ഞാൻ ആരിലാ ചലിക്കുന്നത്? യേശു ക്രിസ്തുവിന്റെ രക്തത്തെ ആശ്രയിച്ചാണ് ഞാൻ മുന്നോട്ട്. ആ ബോധ്യമുള്ളവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നിമിഷത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേ വാഴ്ത്തുന്നു.
പൈശാചിക ശക്തികളോട് നോ പറയുക, അതിനോട് കോംപ്രമൈസ് ചെയ്യാത്ത, അന്ധകാര ശക്തികളെ ചവിട്ടി മെതിക്കാൻ അധികാരമുള്ള ഒരു കൂട്ടമായി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന ജനം മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സ്വർഗത്തിന്റെ കരം ചലിക്കുന്നതിനെ ഓർത്ത് സ്തോത്രം. തമ്പുരാന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ലാസ്റ്റ് മിനിറ്റ് ബ്രൈറ്റ് ചർച്ചിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയാണ്, ഒരു ബാധയും നിങ്ങളുടെ കൂടാരത്തിന് മേൽ അടുക്കുകയില്ല. നിങ്ങൾ ക്രിസ്തുവിൽ വേരുറച്ച് ആഴത്തിൽ വചനത്തിൽ ബലപ്പെട്ട് മുന്നോട്ട് ചലിച്ചാൽ ഒരു ശക്തിക്ക് നിങ്ങളെ തകർക്കാൻ കഴിയത്തില്ല. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും എന്റെ കർത്താവ് നിങ്ങളെ നിറയ്ക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.